KSU സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ എ ഗ്രൂപ്പും KC ഗ്രൂപ്പും തമ്മിൽ ഏറ്റുമുട്ടൽ. കാലിക്കറ്റ് സർവകലാശാലയിൽ MSFന് ചെയർമാൻ സ്ഥാനം വാഗ്ദാനം നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഷാഫി പറമ്പിലിനെ വലിച്ചിഴച്ചു എന്നാണ് എ ഗ്രൂപ്പിന്റെ ആരോപണം. തർക്കത്തെ തുടർന്ന് കയ്യാങ്കളിക്ക് മുതിർന്ന ചില ഭാരവാഹികളെ പിടിച്ചുമാറ്റി. ഷാഫി പറമ്പിലിനെതിരെ MSF പ്രചാരണം നടത്തിയപ്പോൾ KSU പ്രസിഡന്റ് അലൂഷ്യസ് സേവ്യർ പ്രതികരിച്ചില്ല എന്നാണ് എ ഗ്രൂപ്പിന്റെ ആരോപണം. ചെയർമാൻ സ്ഥാനം MSFന് വിട്ടുകൊടുക്കാമെന്ന ഷാഫിയുടെ വാഗ്ദാനം തനിക്ക് അറിയില്ല എന്ന് അലൂഷ്യസ് സേവ്യറും പറഞ്ഞു. MK ഷുക്കൂർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷുക്കൂർ, ഒരു കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങൾ കടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം? അമൃത, കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ UDSFിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് KSU സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചർച്ചകൾ നടക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് എ ഗ്രൂപ്പും KC ഗ്രൂപ്പും തമ്മിൽ ഏറ്റുമുട്ടിയത്. പ്രസിഡന്റ് അലൂഷ്യസ് സേവ്യറിനെ എ ഗ്രൂപ്പും VD സതീഷിനെ പിന്തുണക്കുന്നവരും രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. കാലിക്കറ്റിൽ MSF സഖ്യം ഫലപ്രദമായി പ്രാവർത്തികമാക്കുന്നതിൽ അലൂഷ്യസ് സേവ്യർ പരാജയപ്പെട്ടുവെന്നായിരുന്നു എ ഗ്രൂപ്പിന്റെ വിമർശനം. ഇത്തവണ ചെയർമാൻ സ്ഥാനം നൽകാമെന്ന് കഴിഞ്ഞ തവണത്തെ സഖ്യ ചർച്ചയിൽ ഷാഫി പറമ്പിൽ വാഗ്ദാനം നൽകി. വാഗ്ദാനം പാലിക്കാത്ത ഷാഫി വഞ്ചന നടത്തിയെന്നും MSF പ്രചരിപ്പിച്ചു. ഈ പ്രചാരണം അലൂഷ്യസ് സേവ്യർ കണ്ടില്ലെന്നടിച്ചെന്നാണ് എ ഗ്രൂപ്പും VD സതീഷിനൊപ്പം നിൽക്കുന്നവരും വിമർശിച്ചത്. ഷാഫിയുടെ സ്റ്റാഫ് അംഗം കൂടിയായ അജാസ് കുഴൽമന്നം, ജസ്വിൻ, മുബാസ് ഓടക്കാലി തുടങ്ങിയവരാണ് വിമർശനം ഉന്നയിച്ചത്. ഷാഫി പറമ്പിൽ MSFന് ചെയർമാൻ സ്ഥാനം വാഗ്ദാനം ചെയ്ത കാര്യം തന്നെയോ KSUവിനെയോ അറിയിച്ചിട്ടില്ലെന്നായിരുന്നു അലൂഷ്യസ് സേവ്യർ യോഗത്തിൽ പ്രതികരിച്ചത്. തനിക്കറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് താൻ എന്ത് പറയാനാണെന്നും അലൂഷ്യസ് ചോദിച്ചു. അലൂഷ്യസിനെ പിന്തുണച്ച് KC പക്ഷത്തെ അനീഷ് ആന്റണി അടക്കമുള്ളവർ രംഗത്ത് വന്നതോടെയാണ് ബഹളം രൂക്ഷമായത്. പോർവിളി കയ്യാങ്കളിയുടെ വക്കോളം എത്തിയപ്പോൾ മറ്റുള്ളവർ ചേർന്ന് പിടിച്ചുമാറ്റി. കാലിക്കറ്റ് സർവകലാശാലയിൽ MSFുമായി ചേർന്ന് പോകാനും ചെയർമാൻ സ്ഥാനം MSFന് വിട്ടുകൊടുക്കാനും ഈ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ശരി.